അധികാരത്തിൻ്റെ വാക്കുകൾ ഉരുവിട്ട യേശുവിനെക്കുറിച്ച് പഠിക്കുവാൻ ഇപ്പോൾ ഒരു കൂട്ടർ ശാസ്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുക. അയ്യോ, ഖേദകരം ഖേദകരം ഖേദകരം. ഇപ്പോൾ അതേ പുതിയൊരു സംഭവം ഇറങ്ങിയേക്കുന്നു. യേശു മറിയയുടെ മുലപ്പാൽ കുടിച്ചോ ഇല്ലയോ? എൻ്റെ സഹോദരങ്ങൾ, കുടിച്ചായിരിക്കാം കുടിച്ചില്ലായിരിക്കും. നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറയാമോ? ഞാൻ പറയുന്നു, യേശു മറിയമിൻ്റെ പാൽ കുടിച്ചു. എന്താ കുഴപ്പം എന്തുവാ? അല്ല, മറ്റൊരു ദൈവദാസൻ പറഞ്ഞു, അല്ല, അവൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നത് വരെ തൈരും തേനുമാണ് ഭക്ഷിച്ചത്, മറിയയുടെ പാല് കുടിച്ചിട്ടില്ല. ഓ, നല്ലൊരാശയമാണ്. മറിയിൽ നിന്ന് മുലപ്പാൽ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് മറിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് സ്ഥാപിക്കാനല്ല അത് കൊണ്ടുവന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, തൈരും തേനും കഴിച്ചില്ലേ? ഈ തൈര് എന്തിൽ നിന്നുണ്ടാക്കുന്നേ? അത് ആടിൻ്റെ പാല്, പശുവിൻ്റെ പാല്, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാല്, എരുമയുടെ പാല്. ഓക്കെ, മറിയിൽ നിന്ന് പാല് കുടിക്കാത്തതുകൊണ്ട് മറിയുമായിട്ട് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ നോക്കിയ വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ, പശുവിൻ്റെ പാല് കുടിച്ചത് നിങ്ങൾ സമ്മതിച്ചല്ലോ? പശുവിൻ്റെ പാലിൽ നിന്നാണ് തൈരുണ്ടായത്. അപ്പോൾ അങ്ങനെയെങ്കിൽ പശുവുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? മറിയുമായിട്ട് യേശുവിന് ബന്ധമില്ല, പശുവുമായിട്ട് ബന്ധമുണ്ട്. എന്തിനാണ് ഈ കാപഠ്യം നിറഞ്ഞ ജ്ഞാനത്തിൻ്റെ പടികളിലേക്ക് കയറിയിറങ്ങി സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തെ സ്ഥാപിപ്പാനോ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാനോ ശ്രമിക്കുന്ന മൗഢ്യമായ ശ്രമത്തെ പര്യവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരു ആഹ്വാനമാണ് ഈ എപ്പിസോഡ്.